ഞായറാഴ്ച എൻ്റെ വലിയച്ഛൻ്റെ വീട്ടിൽ വെച്ച് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുകയാണ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്കിനി പെരിന്തൽമണ്ണ ഇറ പാർക്കിലൊന്ന് പോയാലോ എന്ന്. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. അവിടുന്ന് തിരിച്ചു പോരുന്ന വഴി നമുക്ക് ബീച്ചിൽ പോകാമെന്നാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതെല്ലാം ആകെ മാറി മറിഞ്ഞു. അപ്പം ഞങ്ങൾ അവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ടിക്കറ്റ് എടുക്കുകയാണ്. പെരിന്തൽമണ്ണയിലുള്ള ഈ ഒരു പാർക്ക് യൂട്യൂബിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇവിടേക്ക് ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. പെരിന്തൽമണ്ണ MES ഹോസ്പിറ്റലിനടുത്തായിട്ടാണ് ഈ ഒരു പാർക്ക്. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ്. കൊച്ചു കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കിഡ്സ് പാർക്കൊക്കെ ഇവിടെയുണ്ട്. ഒരുപാട് ഏരിയ നമുക്കിതിൽ ചുറ്റി നടന്ന് കാണാനുണ്ട്. ആർട്ടിഫിഷ്യലായി നിർമ്മിച്ചെടുത്തിട്ടുള്ള ഈ ഒരു പോണ്ടിൽ ബോട്ടിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ഇത് എക്സസൈസിങ്ങിനൊക്കെ പറ്റിയ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു പാർക്കിനകത്ത് കിഡ്സ് പാർക്ക്, പെറ്റ്സ് പാർക്ക്, എക്സോട്ടിക് ബേർഡ്സ്, ഫിഷ് സ്പാ, പെറ്റ് സോൺ ഇതെല്ലാം ഇതിനകത്തുണ്ട്. ഫാമിലി ബോട്ടിംഗ്, പിന്നെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസുകളൊക്കെ ഇതിനകത്തുണ്ട്. കുഞ്ഞുമോൾ അവിടെ നിന്ന് ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിക്കുകയാണ്. ഇതിനകത്ത് കയറിയപ്പോഴിതാ ഒരുപാട് പക്ഷികൾ ഇതിനകത്തുണ്ട്. അത് നമ്മൾ നടക്കുന്നതിനിടയിലൂടെ ഒക്കെ പാറി പോകുന്നുണ്ട്. പക്ഷികളുടെ ഭയങ്കരമായിട്ടുള്ള ഒരു സൗണ്ടാണ് ഇതിനകത്ത് കയറിയപ്പോൾ. ഇതിനകത്ത് പല നിറത്തിലുള്ള തത്തകളൊക്കെയാണ്. ഞാൻ എൻ്റെ കയ്യിലേക്ക് കയറാൻ വേണ്ടി കൈ വെച്ചു കൊടുത്തതാണ്. അപ്പോൾ ഇതാ വളയിൽ കൊത്തി വലിക്കുകയാണ്. പക്ഷികൾക്ക് കൊടുക്കാനുള്ള തീറ്റയൊക്കെ അവർ നമുക്ക് തരുന്നുണ്ട്. നമ്മളത് വാങ്ങുമ്പോഴേക്കും എല്ലാ പക്ഷികളും കൂടെ പറന്നു വരും. ഇതൊരു പ്രത്യേക തരം മങ്കിയാണ്. വളരെ ചെറുതാണിത്. ഇതിനകത്ത് ഇതാ കുറെ ആടുകളുണ്ട്, പശുവുണ്ട്. കാലുകളൊക്കെ തീരെ ഉയരം കുറഞ്ഞ തരം ഒരു പശുവാണിത്. നമ്മളിവിടെ നാട്ടിലൊന്നും കാണുന്ന ആടുകളെ പോലെയല്ല, ഒരു പ്രത്യേക തരം ആടുകളാണ്. പിന്നെ ഇവിടെ ഒട്ടകപ്പക്ഷിയുണ്ട്, എമുണ്ട്. ഒട്ടകത്തിന് കൊടുത്തു നോക്കാൻ വേണ്ടിയിട്ട് ഇലയൊക്കെ അവർ തരുന്നുണ്ട്. പാമ്പിനെ നമുക്ക് വേണമെങ്കിൽ തൊട്ടു നോക്കാനും കഴുത്തിലിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. ഞങ്ങൾ 4 പേർക്കും ധൈര്യം കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് പിന്നെ അതിനൊന്നും മെനക്കെട്ടില്ല. അവിടെ നിന്നും തിരിച്ചു പോന്നു. മഞ്ചേരിയിലെത്തി ഊട്ടുപുരയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോയത്. ഏട്ടൻ്റെ പൊറോട്ട മതിയെന്ന് പറഞ്ഞു. ഞാൻ ചപ്പാത്തി മഷ്റൂം കറിയാണ് വാങ്ങിയിട്ടുള്ളത്. മക്കൾ 2 പേരും മന്തിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിനി വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്.